Hi, dear students. Are you keeping fine? Yes, okay. In the last class, we have discussed the changings in India after Gandhi's coming. Okay? Let's discuss the last part. Gandhi wanted people to give up their titles given by the British. ബ്രിട്ടീഷ് ഭരണാധികാരികൾ നൽകിയ ചില സ്ഥാനങ്ങളും പദവികളും ഉപേക്ഷിക്കുവാൻ ജനങ്ങളോട് ഗാന്ധി ആവശ്യപ്പെട്ടു. Although not many people gave up their titles, the prestige associated with the titles lessened. സ്ഥാനപദവികൾ ഒരുപാട് പേർ ഉപേക്ഷിച്ചില്ലെങ്കിലും ആ പദവികളുടെ മതിപ്പ് കുറഞ്ഞു വരാൻ തുടങ്ങിയിരുന്നു. The pomp and splendor associated with the Viceroy's court was seen as foolish. വൈസ്രോയിയുടെ കൊട്ടാരവും അവിടുത്തെ പ്രതാപവും ഗാംഭീര്യവുമൊക്കെ വെറും മണ്ടത്തരമായി കാണപ്പെട്ടു. Rich men were now not anxious to show off their riches anymore. തങ്ങളുടെ പണവും പ്രതാപവും കാണിക്കാനുള്ള പണക്കാരുടെ ഉത്സാഹവും കുറഞ്ഞു തുടങ്ങി. They adopted simpler ways of dressing and became almost indistinguishable from the common people. സാധാരണക്കാരിൽ നിന്നും വേർതിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിലുള്ള സാധാരണ വസ്ത്രത്തിലേക്ക് അല്ലെങ്കിൽ വസ്ത്രധാരണത്തിലേക്ക് പണക്കാർ വന്നെത്തുകയുണ്ടായി. ഇതുപോലുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായി ചർച്ച ചെയ്തത്. ഇത്തരം മാറ്റങ്ങളൊക്കെ ഗാന്ധിയുടെ വരവിന് ശേഷം ഇന്ത്യയിലുണ്ടായ മാറ്റങ്ങളാണ്. ഇനി നമുക്ക് ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന പാഠത്തിൻ്റെ അവസാന ഭാഗം ചർച്ച ചെയ്യാം. പേജ് നമ്പർ 43, first paragraph. Listen please. He sent us to the villages and the countryside hummed with the activity of innumerable messengers of the new gospel of action. The peasant was sharkened up and he began to emerge from his shell. The effect on us was different but equally far-reaching, for we saw for the first time, as it were, the villager in the intimacy of his mud hut, and with the stark shadow of hunger always pursuing him. We learnt our Indian economics more from these visits than from books and learned discourses. The emotional experience we had already undergone was emphasized and confirmed. And henceforward, there could be no going back for us to our old life or our old standards. ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം ശ്രദ്ധിക്കാം. ഗാന്ധിജി പുതിയ പ്രവർത്തന പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടേയിരുന്നു. ഇത്തരം പുതിയ പ്രവർത്തനങ്ങളുടെ സന്ദേശങ്ങളുമായി അദ്ദേഹം ഞങ്ങളെ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും പറഞ്ഞയച്ചു. എന്തിനാണ് അങ്ങനെ പറഞ്ഞു വിട്ടത്? ദരിദ്രരായ കർഷകരെയും സാധാരണക്കാരെയും കാണുവാനും അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കുവാനുമായിരുന്നു സന്ദേശവാഹകരായി ഞങ്ങളെ ഗാന്ധിജി വിവിധ ഗ്രാമങ്ങളിലേക്ക് പറഞ്ഞു വിട്ടത്. കർഷകർ അവരുടെ ചട്ടക്കൂടിൽ നിന്നും പുറത്തു വരുവാൻ തുടങ്ങി. പേടിച്ചരണ്ട കർഷകർ അവരുടെ കുടിലിൽ നിന്നും പതുക്കെ പുറത്തേക്കിറങ്ങി. അവരെ ഞങ്ങൾക്ക് കാണുവാനും സംസാരിക്കുവാനും കഴിഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ ഞങ്ങളിലും വളരെയേറെ സ്വാധീനം ചെലുത്തി എന്ന് നെഹ്റു പറയുന്നു. മണ്ണുകൊണ്ടുണ്ടാക്കിയ കുടിലിൽ നിന്നും ദാരിദ്ര്യം അനുഭവിക്കുന്ന കർഷകനും അദ്ദേഹത്തെ പിന്തുടരുന്നതായി
ഞങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി. ഗാന്ധിജിയുടെ പ്രവർത്തന പരിപാടി ഏതൊരു ദരിദ്രനെയും ആകർഷിക്കുന്നതായിരുന്നു. കർഷകനെ അദ്ദേഹം അടുത്തറിഞ്ഞു. അതുകൊണ്ട് ദാരിദ്ര്യത്തിൻ്റെ മൺകുടിലിൽ നിന്നും സാധാരണക്കാർ പുറത്തിറങ്ങുകയും പതിയെ ഗാന്ധിജിയെ പിന്തുടരുന്നതായി അഥവാ അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ പിന്തുടരുന്നതായി ഞങ്ങൾക്ക് നേരിൽ കാണുവാനും സാധിച്ച ഒരു മുഹൂർത്തമായിരുന്നു അത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ മനസ്സിലാക്കുവാൻ പുസ്തകങ്ങളെക്കാളുപരി ഈ സന്ദർശനങ്ങളിൽ ഞങ്ങൾക്ക് സഹായകരമായി. അതായത് പുസ്തകങ്ങളിൽ ഞങ്ങൾ വായിച്ച് അറിഞ്ഞതിനേക്കാൾ ഞങ്ങളുടെ സ്വന്തം പദ്ധതികളിൽ നിന്ന്, ഞങ്ങളുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളുടെ അവസ്ഥയും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചും ഞങ്ങൾക്ക് അഗാധമായി പഠിക്കുവാനുള്ള വലിയ അവസരം ലഭിച്ചു എന്നും നെഹ്റു ഇവിടെ ഓർമ്മിക്കുന്നു. മാനസിക അനുഭവങ്ങൾ വളരെ വലുതായിരുന്നു. ഇങ്ങനെയുള്ള ഗ്രാമത്തിലേക്കുള്ള യാത്രയിലെ ഓരോ അനുഭവവും ഞങ്ങളെ സംബന്ധിച്ച് വലിയ മാനസികമായ പരിവർത്തനമാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ പഴയ ജീവിതത്തിലേക്കും പഴയ നിലവാരത്തിലേക്കും ഒരു തിരിച്ചുപോക്ക് ഉണ്ടായിരുന്നില്ല. അത്രയധികം ഇന്ത്യൻ ജനത അനുഭവിച്ചിട്ടുണ്ട്. ഈ ദാരിദ്ര്യത്തിൽ നിന്നും ഈ അവഹേളനങ്ങളിൽ നിന്നും കരകയറുവാൻ ഇന്ത്യൻ ജനതയുടെ വലിയ ശ്രമമാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു അവസ്ഥയിലേക്ക് പോകുവാൻ ദരിദ്രരായ കർഷകരോ സാധാരണക്കാരോ തയ്യാറായില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ പഴയ നിലവാരത്തിലേക്കുള്ള ജീവിത രീതിയിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് ഉണ്ടാകാതെ ഗാന്ധിജി ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. ഇതാണ് ഒന്നാമത്തെ പാരഗ്രാഫിൻ്റെ മലയാളം അർത്ഥം. നെക്സ്റ്റ് പാർട്ട്. വാട്ട് വാസ് ദി ഐഡിയ ഓഫ് ഇന്ത്യ which he was setting out to mold according to his own wishes and ideals? എന്താണ് ഗാന്ധിജി ഇന്ത്യയെക്കുറിച്ച് കണ്ട സ്വപ്നം? അതായത് ഇന്ത്യയെ കെട്ടിപ്പടുക്കുമ്പോൾ ആ ഇന്ത്യക്കുണ്ടായിരിക്കേണ്ട ഗുണഗണങ്ങൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൽ എങ്ങനെയായിരിക്കണം? അദ്ദേഹം കണ്ട സ്വപ്നം എന്തായിരിക്കണം ഇന്ത്യയെക്കുറിച്ച്? നമുക്ക് ചർച്ച ചെയ്യാം. നെക്സ്റ്റ് പാർട്ട്. I shall work for an India in which the poorest shall feel that it is their country, in whose making they have an effective voice, an India in which there shall be no high class and low class of people, an India in which all communities shall live in perfect harmony. There can be no room in such an India for the curse of untouchability or the curse of intoxicating drinks and drugs. Women will enjoy the same right as men. This is the India of my dreams. Proud of his Hindu inheritance as he was, he tried to give to Hinduism a kind of universal attire and included all religions within the fold of truths. He refused to narrow his cultural inheritance. Indian culture, he wrote, is neither Hindu, Islamic, nor any other. Holy. It is a fusion of all. Again, he said, I want the culture of all lands to be blown about my house as freely as possible. But I refuse to be blown off my feet by any. I refuse to live in other people's house as an interloper, a beggar, or a slave.
Influenced by modern thought currents, he never let go of his roots and clung to them tenaciously. ഈ പാരഗ്രാഫിൻ്റെ അർത്ഥം നമുക്ക് ശ്രദ്ധിക്കാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടിയാണ് ഈ പാരഗ്രാഫ്. എങ്ങനെയുള്ള ഭാരതത്തെയാണ് ഗാന്ധിജി ആഗ്രഹിച്ചിരുന്നത് അഥവാ സ്വപ്നം കണ്ടിരുന്നത്? പാവപ്പെട്ടവർക്ക് അവരുടേതാണ് ഈ രാജ്യമെന്ന് അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് ഇന്ത്യയെ പരിവർത്തനം ചെയ്യാൻ ഗാന്ധിജി പ്രയത്നിച്ചു. അതായത് ഓരോ ഇന്ത്യക്കാരനും തൻ്റെ രാജ്യമാണ് ഞാൻ താമസിക്കുന്നത് എന്ന ബോധമുണ്ടാവണം. അങ്ങനെ വേണമെങ്കിൽ ഭരണാധികാരികൾ പാവപ്പെട്ടവർക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഞങ്ങളെ പരിഗണിക്കുന്നുണ്ടെന്നുള്ള തോന്നൽ ഓരോ ദരിദ്രനും കർഷകനും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ ഇത് എൻ്റെ രാജ്യമാണെന്ന് അവർക്ക് തോന്നുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഏതൊരു പാവപ്പെട്ടവനും അഭിമാനിക്കാവുന്ന തരത്തിലേക്ക് ഇന്ത്യയെ പരിവർത്തനം ചെയ്യാൻ ഗാന്ധിജി ഏറെ പ്രയത്നിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. അതിനുള്ള തയ്യാറെടുപ്പിൽ അവർക്കും ശക്തമായ ശബ്ദമുണ്ടായിരിക്കണം. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഓരോ ദരിദ്രനും ഓരോ കർഷകനും ഓരോ അടിമയ്ക്കും ഓരോ വ്യക്തിക്കും നമ്മുടെ സർക്കാരിൽ അഥവാ നമ്മുടെ രാജ്യത്ത് അവരുടേതായ ശബ്ദമുയർത്തുവാൻ അവസരമുണ്ടാകണം എന്നർത്ഥം. ഇവിടെ ഉയർന്ന വിഭാഗം താഴ്ന്ന വിഭാഗം എന്ന വേർതിരിവ് ഒരിക്കലും ഉണ്ടായിരിക്കുകയില്ല എന്ന് ഗാന്ധിജി സ്വപ്നം കണ്ടു. ഇന്ത്യയിൽ പലതരത്തിലുള്ള വിഭാഗങ്ങൾ ഇന്നും സമൂഹത്തിൽ കാണാം. പക്ഷേ ഇത്തരം യാതൊരു വേർതിരിവോ വിവേചനമോ ഉണ്ടായിക്കൂടെന്ന് അദ്ദേഹം ശക്തമായി സ്വപ്നം കണ്ടു, ആഗ്രഹിച്ചു എന്ന് തന്നെ പറയാം. ഇന്ത്യയിലെ എല്ലാ വിഭാഗങ്ങളും ഒരുമയോടെ ഇവിടെ ജീവിക്കും. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം. യാതൊരു വേർതിരിവുമില്ലാതെ എല്ലാ ജനവിഭാഗങ്ങളും ഇന്ത്യ എന്ന ഒരൊറ്റക്കുട കീഴിൽ, ഇന്ത്യ എന്ന ഒരു രാജ്യത്തിന് കീഴിൽ, ഒരു വികാരത്തിന് കീഴിൽ ഒരുമിച്ച് താമസിക്കണമെന്നാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. ഇവിടെ തൊട്ടുകൂടായ്മ എന്ന അനാചാരം ഒരിക്കലും ഉണ്ടായിരിക്കില്ല. ഇവിടെ ലഹരി പകരുന്ന പാനീയങ്ങളും ലഹരി മരുന്നുകളും ഉണ്ടായിരിക്കില്ല. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, ലഹരിക്ക് അടിമപ്പെട്ട സമൂഹം ഒരിക്കലും ഉന്നത ചിന്തയുള്ളവരായിരിക്കില്ല. അവർ സമൂഹത്തിലെ അനുഗ്രഹിക്കപ്പെടാത്തവരാണ്. അത്തരം വ്യക്തികൾ നാടിന് ഗുണം ചെയ്യില്ല. ഒട്ടനവധി യുവാക്കൾ ലഹരിക്ക് അടിമപ്പെടുകയും അവരുടെ ആരോഗ്യം നഷ്ടപ്പെടുത്തുകയും രാജ്യത്തിന് കൊടുക്കേണ്ട സംഭാവനകൾ നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ അവർ നിഷ്ക്രിയരായി മാറുന്നു. ലഹരി പകരുന്ന പാനീയങ്ങളും ലഹരി മരുന്നുകളും ഇന്ത്യയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. പുരുഷന്മാരെ പോലെ സ്ത്രീകൾക്കും എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കണം. ഇന്ന് സമൂഹത്തിൽ നാം കാണുന്നത് പോലെ സ്ത്രീ പുരുഷ വേർതിരിവ് പദവികളിലും ജോലികളിലും എല്ലാം നമ്മൾ കാണുന്ന ഇത്തരമൊരു വേർതിരിവ് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. അവർക്ക് ഒരേ അവകാശങ്ങളാണ് എല്ലാ മേഖലകളിലും സർക്കാർ പകർന്നു നൽകേണ്ടത്. ഇതാണ് എൻ്റെ സ്വപ്നത്തിലുള്ള ഇന്ത്യ. ഹിന്ദു പൈതൃകത്തിൽ അഭിമാനം കൊണ്ടിരുന്നെങ്കിലും എല്ലാ മതങ്ങളെയും സമന്വയിപ്പിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. അദ്ദേഹം ഒരു ഹിന്ദുവായിരുന്നുവെങ്കിലും ഇന്ത്യയിലെ സർവ്വമതങ്ങളെയും കൂട്ടിയോജിപ്പിക്കുവാൻ അദ്ദേഹം കഠിനമായി പ്രയത്നിച്ചിരുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും.
ഇന്ത്യൻ സംസ്കാരം എന്നത് മുഴുവനായും ഹിന്ദുമതത്തിൻ്റെയോ അല്ലെങ്കിൽ ഇസ്ലാം മതമോ മറ്റേതെങ്കിലും മതമോ അല്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. മറിച്ച് ഇന്ത്യൻ സംസ്കാരം എന്നാൽ എല്ലാ മതങ്ങളുടെയും സമ്മിശ്രമായ രൂപമാണെന്ന് അദ്ദേഹം പ്രത്യേകം ആഹ്വാനം ചെയ്യുകയുണ്ടായി. എല്ലാ സംസ്കാരങ്ങളുടെയും സ്വതന്ത്രമായ സമന്വയം അദ്ദേഹം ആഗ്രഹിച്ചു. ഒരു സംസ്കാരത്തിനും പ്രത്യേകമായ സ്ഥാനമില്ല. ഇന്ത്യയിലെ എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ച് നിന്ന് വേണം ഇന്ത്യയെ കെട്ടിപ്പടുക്കുവാൻ. അങ്ങനെ മാത്രമേ നമുക്ക് ഒരൊറ്റ ജനതയായി ഇന്ത്യ എന്ന വികാരത്തോടുകൂടി മുന്നേറുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. അതിൽ ഏതെങ്കിലും ഒന്നിൽ ശ്വാസമടക്കി നിലയുറപ്പിക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംസ്കാരത്തെ മാത്രം പിന്തുടരുവാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല. അല്ലെങ്കിൽ ഒരു സംസ്കാരം മാത്രം തൻ്റെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കുവാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. എല്ലാ സംസ്കാരങ്ങളെയും അദ്ദേഹം നെഞ്ചോട് ചേർത്ത് വെച്ചു. മറ്റുള്ളവരുടെ സ്ഥലങ്ങളിൽ ഒരു ഭിക്ഷക്കാരനെ പോലെയോ ഒരു അടിമയെപ്പോലെയോ ജീവിക്കുവാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. അതിനെ അദ്ദേഹം വിസമ്മതിച്ചു. മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടി അല്ലെങ്കിൽ അടിമയെപ്പോലെ ജീവിക്കുവാൻ, അവരുടെ കാൽക്കീഴിൽ ജീവിക്കുവാൻ അദ്ദേഹം ഒരിക്കലും തയ്യാറായിരുന്നില്ല. അത്രയധികം മാനസികമായ ചങ്കൂറ്റമുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഗാന്ധിജി. നൂതന ആശയങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളെ അദ്ദേഹം ഒരിക്കലും തന്നെ ഉപേക്ഷിച്ചിരുന്നില്ല. ഒട്ടനവധി പുതിയ പുതിയ വിശ്വാസങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് അടിയുറച്ച ഒരു വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസത്തിൽ നിന്ന് ഒരിക്കലും അണുകിട മാറുവാൻ അദ്ദേഹം ഒരിക്കലും തന്നെ തയ്യാറായിരുന്നില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ഈ സ്വപ്നങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഇന്ത്യയെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ എന്ന് നമുക്ക് ഈ പാരഗ്രാഫിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പാഠത്തിലെ അവസാന പാരഗ്രാഫ് ശ്രദ്ധിക്കൂ. It is not surprising that this astonishingly vital man, full of self-confidence and an unusual kind of power, standing for equality and freedom for each individual, fascinated the masses of India and attracted them like a magnet. He seemed to them to link up the past with the future and to make the dismal present appear just as a stepping stone to the future of life and hope. Thus, he effected a vast psychological revolution not only among those who followed his leads but also among his opponents and those many neutrals who could not make up their minds what to think and what to do. ഈ പാരഗ്രാഫിൻ്റെ മലയാളം ശ്രദ്ധിക്കൂ. ഗാന്ധിജിയിൽ നിറഞ്ഞു നിന്നിരുന്നത് അസാധാരണമായ ആത്മവീര്യവും ആത്മവിശ്വാസവുമായിരുന്നു. അത്രയധികം ആത്മബലം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണല്ലോ ഒരു വലിയ ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ അഥവാ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ജനലക്ഷങ്ങളെ സംഘടിപ്പിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ കൈവശം അസാധാരണമായ ശക്തി ഉണ്ടായിരുന്നതായി നെഹ്റു പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. ഓരോ വ്യക്തിക്കും സ്വാതന്ത്ര്യവും സമത്വവും ലഭ്യമാക്കുവാൻ അദ്ദേഹം അക്ഷീണം പ്രയത്നിച്ചു. കാരണം ഉള്ളിൻ്റെ ഉള്ളിൽ സ്വാതന്ത്ര്യവും സമത്വവും
ഇന്ത്യയിൽ ഓരോ വ്യക്തിക്കും ലഭിക്കണമെന്ന് അദ്ദേഹം അത്രയേറെ ആഗ്രഹിച്ചിരുന്നു. ഭാരതത്തിലെ ജനലക്ഷങ്ങളെ അദ്ദേഹം ഒരു കാന്തത്തിലേക്ക് എന്ന പോലെ തന്നിലേക്ക് ആകർഷിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ, സ്വപ്നങ്ങൾ എന്നിവ നടപ്പിലാക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് ഇങ്ങനെ ജനങ്ങളെ തന്നിലേക്ക് ആകർഷിക്കാനുള്ള അപാരമായ കഴിവ് കൊണ്ട് തന്നെയാണ്. പുത്തൻ പ്രതീക്ഷകൾ നിറഞ്ഞ ഭാവിയിലേക്ക് തങ്ങളുടെ ഭൂതകാലത്തെയും ഭാവി കാലത്തെയും ബന്ധിപ്പിക്കുന്ന കഷ്ടതകൾ നിറഞ്ഞ വർത്തമാനകാലമെന്ന ചവിട്ടുപടിയായിരുന്നു ഇന്ത്യക്കാർക്ക് ഗാന്ധിജി എന്ന് പറയാം. അതായത് ഒട്ടനവധി പ്രയാസങ്ങൾ സഹിച്ച, കഷ്ടതകൾ സഹിച്ച ഒരു ജീവിതമായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്കാർക്ക് ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ അനുഭവിക്കേണ്ടി വന്നത്. അന്ന് തുടങ്ങിയ ആ കഷ്ടതകൾ എന്നാണ് അവസാനിക്കുക എന്ന് ഇന്ത്യക്കാർ ആലോചിച്ചിരിക്കവേ ആ സന്ദർഭത്തിലാണ് ഗാന്ധിജി ഒരു ദൈവദൂതനെ പോലെ ഇന്ത്യയിലേക്ക് കടന്നു വന്നത് എന്ന് നാം ഓർക്കുക. ഇന്ത്യൻ ജനതയിൽ നിറയെ ആത്മവിശ്വാസം നിറച്ച് അവരിൽ നിന്ന് ഭയം അറുത്തുമാറ്റി വലിയ മാറ്റങ്ങളുണ്ടാക്കി ഭാവിയെക്കുറിച്ച് പുതിയ പ്രതീക്ഷകൾ ജനങ്ങളിൽ അദ്ദേഹം നിറയ്ക്കുകയുണ്ടായി. ഇതിന് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ചവിട്ടുപടി തന്നെയായിരുന്നു ഇന്ത്യക്കാരെ സംബന്ധിച്ച് ഗാന്ധിജി എന്ന മഹാനുഭാവൻ. എന്തു ചെയ്യണം, എന്തു തീരുമാനിക്കണം എന്നറിയാത്തവർക്കും തൻ്റെ മിത്രങ്ങൾക്കെന്ന പോലെ തന്നെ ശത്രുക്കൾക്കും ഇടയിൽ ഒരു മാനസികമായ വിപ്ലവം അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. കടലിൽ വീണ് കരകാണാതെ ഉഴലുന്ന കപ്പൽ യാത്രക്കാരെ പോലെ നാളുകളിൽ എന്ത് സംഭവിക്കുമെന്നും അറിയാത്ത ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ ഒരു കെടാവിളക്കായി ഗാന്ധിജി ജ്വലിച്ചു നിന്നു. അവർക്ക് നാളുകളെക്കുറിച്ച് പുത്തൻ പ്രതീക്ഷകൾ നൽകിയത് ഗാന്ധിജിയായിരുന്നു. മാത്രവുമല്ല, തൻ്റെ പ്രിയരെ അദ്ദേഹം സേവിക്കുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ പ്രിയർക്ക് അദ്ദേഹത്തോട് ഉണ്ടായിരുന്ന അടുപ്പം എത്രമാത്രമോ അതുപോലെ തന്നെ ശത്രുക്കൾക്കിടയിലും അദ്ദേഹത്തിന് നിലയുറപ്പിക്കുവാൻ സാധിച്ചു. സ്നേഹം കൊണ്ടും സമാധാനം കൊണ്ടുമാണ് അദ്ദേഹം ഇങ്ങനെ ശത്രുക്കൾക്കിടയിലും സ്ഥാനമുറപ്പിച്ചത്. ഇങ്ങനെ ലക്ഷോപലക്ഷം വരുന്ന ഇന്ത്യൻ ജനതയുടെ മനസ്സുകളിൽ ശക്തമായ വിപ്ലവത്തിൻ്റെ കൊടുങ്കാറ്റുണ്ടാക്കി ബ്രിട്ടീഷ് പടയ്ക്കെതിരെ അഥവാ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഞ്ഞടിക്കുവാൻ അവരെ തയ്യാറാക്കിയത് ഗാന്ധിജി എന്ന ആ ദൈവദൂതൻ തന്നെയായിരുന്നു. ഇത്രയധികം കഴിവുകളുള്ള ഒരു വ്യക്തിയെ ഒരുപക്ഷേ ഈ ലോകത്ത് ജീവിച്ചിരുന്നുവെന്ന് നാളുകളിൽ വരും തലമുറ വിശ്വസിക്കുകയില്ല എന്ന് ഒരു മഹാനുഭാവൻ പറഞ്ഞതും ഓർക്കുക. അത്രയധികം ലോകജനതയെ, പാവപ്പെട്ടവരെ, ഇന്ത്യൻ ജനതയെ സ്വാധീനിച്ച ഒരു വ്യക്തി ഒരുപക്ഷേ ലോകത്ത് തന്നെ ഉണ്ടാകുമോ എന്നുള്ളതും സംശയമാണ്. Dear students, and then Gandhi came. ഗാന്ധി വന്നപ്പോൾ എന്ന ഈ
പാഠഭാഗത്തിൽ ജവഹർലാൽ നെഹ്റു നമ്മോട് പറയുന്നത് ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇന്ത്യക്കാർക്ക് ഉണ്ടായ മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ഗാന്ധിജിയുടെ വരവോടുകൂടി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, ഇന്ത്യൻ സാഹചര്യങ്ങളിലുണ്ടായ മൊത്തത്തിലുള്ള മാറ്റമാണ്. ഈ മാറ്റമാണ് ജനലക്ഷങ്ങളെ ഒന്നിപ്പിച്ച് ബ്രിട്ടീഷ് പട്ടാളത്തിനെതിരെ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യക്കാരെ ഒന്നിപ്പിച്ചതും സ്വാതന്ത്ര്യം നേടാൻ നമ്മെ നയിച്ചതും ഗാന്ധിജിയുടെ അപ്രതീക്ഷിതമായ ഈ വരവായിരുന്നു. ആൻഡ് ദെൻ ഗാന്ധി കെയിം എന്ന ഈ പാഠം നിങ്ങളെല്ലാവരും നന്നായി വായിച്ച് അർത്ഥം മനസ്സിലാക്കുവാൻ ശ്രമിക്കുക. ഈ പാഠം വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ഈ പാഠഭാഗം നന്നായി മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ബെസ്റ്റ് വിഷസ്. താങ്ക് യു.